ഹായ് ഫ്രണ്ട്സ്, ലിസാമാസ് ഫുഡ് ആൻഡ് ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അവൽ മിൽക്ക് ഷേക്ക് ആണ്. പെട്ടെന്ന് തന്നെ നമുക്കൊരു അവൽ മിൽക്ക് ഷേക്ക് എങ്ങനെ തയ്യാറാക്കാമെന്നാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. അതിനുവേണ്ടി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് ചൂടാക്കാനായിട്ട്. അതിലേക്ക് ചൂടായതിന് ശേഷം 2 സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 1 കപ്പ് അവലും എടുത്തിട്ടുണ്ട്. നല്ല വലിയൊരു കപ്പാണ് അവൽ എടുത്തിരിക്കുന്നത്. അവൽ വെറുതെ വറക്കാതെ നമ്മൾ നെയ്ക്കകത്തിട്ട് ഒന്ന് വറക്കുമ്പം നല്ലൊരു ടേസ്റ്റാണ്. അപ്പം നന്നായിട്ടൊന്ന് വറുത്ത് വന്നതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. നന്നായിട്ടൊന്ന് വറന്ന് വരുന്നുണ്ട്, ഏകദേശം ആയിട്ടുണ്ട്. നമ്മുടെ അവലിവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് അവൽ സെറ്റ് ചെയ്യാനായിട്ട് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 പൂവമ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് പഴം വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ എൻ്റെ കയ്യിൽ പൂവമ്പഴം ഉണ്ടായിരുന്നുകൊണ്ട് അതെടുത്തു. അപ്പോൾ 3 പൂവമ്പഴം ചെറിയ പീസായിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുത്തി ഉടച്ചു കൊടുക്കാം. ഫോർക്ക് വെച്ച് ഉടച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് പെട്ടെന്ന് അങ്ങ് ഉടഞ്ഞു കിട്ടും. അപ്പം നമ്മൾ മിക്സിക്കകത്ത് അടിക്കുന്നതിനെക്കാട്ടിലും നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ. കുറച്ച് പഞ്ചസാരയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഫുള്ളായിട്ട് വേണമെങ്കിലും ചേർക്കാം. ഞാനിവിടെ പഞ്ചസാര പൗഡറാണ് ചേർത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് അവലും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇപ്പം നന്നായിട്ട് പഴവും പഞ്ചസാരയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഇനി കുറച്ച് അവലും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണ് അവലും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കുറച്ച് വലിയ കപ്പിൽ എടുക്കുവാണെങ്കിൽ നമുക്ക് അടിക്കാനായിട്ടൊക്കെ സൗകര്യമുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഒരു ഗ്ലാസ്സിലായിട്ട് എടുക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ കപ്പിനകത്ത് എടുക്കാം. ഇപ്പം നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി അതിന് മുകളിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയാണ് ഞാൻ ഇടുന്നത്. നിങ്ങളുടെ കയ്യിൽ കാഷ്യൂനട്ടോ കപ്പലണ്ടിയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇടുന്നതായിരിക്കും നല്ലത്. എൻ്റെ കയ്യിൽ അത് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ടൂട്ടി ഫ്രൂട്ടി ചേർത്തതേ ഉള്ളൂ. ഇനി നമുക്ക് അതിന് മുകളിലായിട്ട് ഈ വറുത്ത് വെച്ചിരിക്കുന്ന അവലെ കുറച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഈ ഇടുന്ന അവല് നമ്മൾ ഇനി ഇളക്കത്തില്ല, ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരു 1/2 കപ്പോളം അവല് നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അവലിനകത്ത് അവല് നെയ്ക്കകത്തിട്ട് വറക്കുമ്പോഴേ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കുകയും ചെയ്യാം. നമുക്ക് ഉച്ചയ്ക്കൊക്കെ നന്നായിട്ട് വിശന്നിരിക്കുമ്പോഴൊക്കെ ഇതൊക്കെ ഒരെണ്ണം കുടിക്കുവാണെങ്കിൽ നമ്മുടെ വിശപ്പും ദാഹവും ഒക്കെ അങ്ങ് മാറിക്കിട്ടും, ക്ഷീണമൊക്കെ മാറും. പിന്നെ അതിലേക്ക് നല്ല തണുത്ത പാലാണ് കേട്ടോ. നല്ല കട്ട പിടിച്ച പാലായാലും കുഴപ്പമില്ല, ഫ്രീസറിനകത്ത് വെച്ചതാണെങ്കിലും നിങ്ങളൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ നല്ല തണുത്ത പാലാണ് ഒഴിക്കുന്നത്. തണുത്ത പാൽ ഒഴിച്ചതിന് ശേഷം കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതിന് മുകളിലേക്ക് കുറച്ച് അവലും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ, നന്നായിട്ട് അവലൊരു 3/4 കപ്പോളം ഞാൻ അവലിട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് അവലിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് ഐസ്ക്രീം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഐസ്ക്രീം കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് മിൽക്ക് ഷേക്ക് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം എൻ്റെ കുറച്ച് മെൽറ്റായിപ്പോയി ഐസ്ക്രീം. നിങ്ങൾ നല്ല കട്ടിയുള്ള ഐസ്ക്രീം തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിന് മുകളിൽ കുറച്ച് അവലും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ബൂസ്റ്റ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഹോർലിക്സോ എന്താണ് കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ഒരു കുറച്ച് ബൂസ്റ്റിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുത്ത് ഒരു ചെറിയും കൂടെ വെച്ചൊന്ന് അലങ്കരിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു മിൽക്ക് ഷേക്കാണ് അവൽ മിൽക്ക് ഷേക്ക്. എല്ലാവരുടെ വീട്ടിലും അവലുണ്ട്. വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് മാത്രമാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രൂട്ട്സൊക്കെ ചേർക്കാം. അപ്പം ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല. പെട്ടെന്ന് തന്നെ സാധാരണ രീതിയിൽ എങ്ങനെയാണ് അവൽ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും ഒരു വീഡിയോയുമായിട്ട് വരുന്നതുവരെ ബൈ ബൈ.